പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ഭജനം ചെയ്വിൻ കൃഷ്ണപാദം ഭജനം ചെയ്വിൻ കൃഷ്ണപാദം ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ 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 ഭജനം ചെയ്വിൻ കൃഷ്ണപാദം 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 ബന്ധു നമോ കിദുദാ ബന്ധു നമോ കിദുദാൻ സൂചനങ്ങളെ ബന്ധു നമോ കിദുദാൻ സൂചനങ്ങളെ ബന്ധു നമോ കിദുദാൻ സൂചനങ്ങളെ ഭവജലനിധി പോദം ബന്ധു നമോ കിദുദാൻ സൂചനങ്ങളെ ഭവജലനിധി പോദം സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം 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 കൃഷ്ണപാദം. നമുക്കിപ്പോൾ ഒരുമിച്ച് സജ്ജനങ്ങളുടെ ഒപ്പം ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഈ പുണ്യസ്ഥലത്ത് വന്നിരുന്ന് ഭാഗവതം സേവിക്കാനുള്ള അവസരം അത് ഭഗവാന്റെ അപാരമായ കാരുണ്യമായിട്ട് കണക്കാക്കുകയാണ്. ഭഗവാനെ നമസ്കരിച്ചും കൊണ്ട് ഗുരുനാഥന്മാരെയൊക്കെ നമസ്കരിച്ചും കൊണ്ട് ആരംഭിക്കുന്നു. മംഗളശ്ലോകങ്ങൾ ചൊല്ലി ഒരധ്യായം തുടങ്ങി വയ്ക്കാം. പിന്നെ നമുക്ക് ക്രമത്തിൽ ഓരോരുത്തരായിട്ട് വായിക്കാം. അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോऽന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദി കവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭാവുകാഃ
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാത്തരവോഭിനയതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈ മഹാപുരോ വിഭോ നിർമായ ശേതേതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷേഷ്ട ഭഗവാൻ വചാംസി മേ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത്സ്മരണാത് ഭവേത്. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗുരുഭ്യോ നമഃ. ഗണപതയേ നമഃ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഥമസ്കന്ധ അഥ പ്രഥമോധ്യായഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗുരുഭ്യോ നമഃ. ഗം ഗണപതേ നമഃ. സംസരസ്വത്यै നമഃ. ജന്മാദ്യസ്യ യതോന്യയാതിതരത ഛാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോച്ഛിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയ. സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ത ഏകദാതു മുനയ പ്രാതർഹുതഹുതാഗ്നയ. സത്കൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാത്. ഋഷയ ഊചുഃ ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ. ആഖ്യാതാന്യപ്യഥീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ. അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദുഃ. വേദത്വം സൗമ്യതഃ സർവം
തദനുഗ്രഹാത് ബ്രോയോഃ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത തത്ര തത്രാഞ്ച സായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയ തന്ന ശംസിതുമർഹസി പ്രായേണൽപായുഷസ്യഭ്യ കലാവസ്മിൻ യുഗേ ജന മന്ദാ സുമന്ദമദയ മന്ദഭാഗ്യാ ഹി ഭദ്രുത ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതഃ സാധോത്ര യത്സാരം സമുദ്രുത്തി മനീഷയാ ബ്രൂഹി ന ശ്രദ്ധധാനാന യേനാത്മാ സംപ്രസീദതി ദേഹാനാസി ഭദ്രം തേ ഭഗവാൻ സമ്പതി വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച ആപന്ന സംസ്കൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തഥാ സദ്യോ വിമുച്യേത യദ്വിഭേദി സ്വയം ഭയം യത്പാദ സംശ്രയാസൂത മുനയ പ്രശമായന സദ്യ പുനന്തി ഉപസ്പൃഷ്ട സ്വർണ്ണപോതു സേവയാ കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേദ്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശഃ കലിമലാപഹം തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹി ന ശ്രദ്ധധാനാനാം ലീലയാ ദധത കലാഃ അധ്യാഖ്യാ ഹി ഹരേർധീമൻ അവതാരകഥാശഭാഃ ലീലാ വിധതത സ്വൈര്യം ഈശ്വരസ്യ ആത്മമായയാ വയം തു നിവൃത്യാമ ഉത്തമ ശ്ലോക വിക്രമേ യത് ശൃണ്വതാം യശസ്ജ്ഞാനം സാധു സാധു പദേ പദേ കൃതവാൻ കിരവീര്യാണി സഹസ്രാണമേണ കേശവ അതിമർത്യാനി ഭഗവൻ ഭൂതകപടമാനുഷ കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനധീർഘ്രേണ കഥായാം സാക്ഷണാ ഹരേ ത്വന്ന സുന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്ഥിതീർഷാം കലിം സത്വഹരം പുംസ കർണധാര ഇവാർണവം ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടം അധുനോപേതേ കർമ്മകം ശരണം ഗതം ഇതി ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനെ പ്രഥമോധ്യായ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ക്രമത്തില് കുറച്ച് അധ്യായം വായിച്ചിട്ട് നമുക്ക് പ്രഭാഷണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തൃക്കാൽ രണ്ടും പിണച്ച് തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമഥ പിടിച്ചോതി മന്ദം ഹസിച്ചും തക്കത്തിൽ പേലി ചൂടി അരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈത്തൊഴുന്നേൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ പ്രഥമസ്കന്ധേ അഥാ വ്യാസ ഉവാച. ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ. സൂത ഉവാച. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ
तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेघम् अध्यात्मदीपमतिथितीर्षदां तमोऽन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। नारायणं नमस्कृत्य ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ തൃതീയോധ്യായഃ. സൂത ഉവാച ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശകലമാദൗ ലോകശുശ്രൂഷയാ യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വതഃ നാഭിഹൃദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാംബതി യസ്യാവയവ സംസ്ഥാനൈഃ കൽപ്പിതോ ലോകവിസ്തരഃ തദ്വൈ ഭഗവത് സ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം ദ്വിതീയം തു ഭവായസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശ സൗകരം വപു തൃതീയമൃഷിസർഗം ച ദേവർഷിത്വമുപേത്യ സഹ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണം യഥാ തുര്യേ ധർമ്മകലാ സർഗേ നരനാരായണാവൃഷി ഭൂത്വാത്മോപശമോ ഭേദമകരോദ്ദുശ്ചരം തപ പഞ്ചമ കപിലോ നാമ സിദ്ധേശകാലവിപ്ലുതം പ്രോവാചാസുരയേ സാംഖ്യം തത്വഗ്രാമവിനിർണയം ഷഷ്ഠമത്രേരപത്യത്വം വൃതപ്രാപ്തോ നസൂയയാ ആന്വീക്ഷികീമളർക്കായ പ്രഹ്ലാദാദിഭ്യൗ ചിവാൻ തതഃ സപ്തമ ആകൂത്യാം. अथ चतुर्थोऽध्याय. श्रुत उवाच यदि ब्रुवाणं संस्तूय मुनीनां दीर्घसत्रिणां वृद्धकुलपतीं सुधां शौनको ब्रवीत्. शौनक उवाच सुत सुधा महाभाग वदनो वदतां वद कथं भगवतीं पुण्यां यथाक भगवान् शुका कस्मिन् युगे प्रवृत्तेयं स्थाने वागेन हेतुना उदः सम्मोदितः कृष्णा कृतवान् संहिता मुनेः. तस्य पुत्रो महायोगी समग्निर्विकल्पक एकान्तमनिरुद्रो गूढो रूढमुपयेते. दृष्टानियान्तमृषिमात्मजप्यनग्नं देव्यो ह्या परिधतूर्णसुतस्य चित्रम् तद्दीक्ष्य पृच्छति मुनौ जगदस्तवास्ति त्रिम्बुम्बिनादान्नदुःसुतस्य विविक्तदुदृष्टे. कथमालक्षितः पौरेहि सम्प्राप्त गुरूजाङ्गलान् उन्मत्त मुखजडवत् विचरन् गजसाह्वे. कथं वा पाण्डवे यस्य राजर्षे मुनीना सह संवादसमुत्ताद यत्रैषा सात्वती श्रुतिः. सगोदोहं मात्रं हि गृहेषु गृहमेदिनाम् अवेक्षते महाभागस्तीर्थे गुर्वं सदा श्रमम्. अभिमन्युसुतं सूत प्रागुर्भागवतोत्तमं तस्य जन्म महाश्चर्यं कर्माणि च गृणीहीनः न सम्राट् कस्य वा. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഥ പഞ്ചമോऽധ്യായः. സൂത ഉവാച അഥ തം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാः ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണി സ്മയന്നിവാം. നാരദ ഉവാച പാരാശര്യ മഹാഭാഗാ ഭവതഃ കച്ചിദാത്മനാം പരിതുഷ്യതി ശാരീരാ ആത്മാ മാനസ ഏവ വാം
ജിജ്ഞാസിതം സുസമ്പന്നം അഭിതേ മഹദദ്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം ജിജ്ഞാസിതമധീതം ച യത്തദ് ബ്രഹ്മ സനാതനം അദാഭിശോചസ്യാത്മാനം അകൃതാർത്ഥൈവ പ്രഭോ വ്യാസ ഉവാച അസ്തേവ മേ സർവമിദം ത്വയോക്തം തദാഭിനാത്മാ പരിതുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം സ വൈ ഭവാൻ വേദ സമസ്തഗുഹ്യം ഉപാസിതോ യത് പുരുഷഃ പുരാണഃ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യ തത്തിഗുണൈരസംഘഃ ത്വം പര്യടന്നർക്കൈവ ത്രിലോകീ മന്ദശ്ചരോ വായുരിവാത്മ സാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതൈഃ സ്നാദസ്യ മേ ന്യൂനമലം വിചക്ഷ്വാം. ശ്രീനാരദ ഉവാച ഭവദാനുദിതപ്രായം യശോ ഭഗവതോമലം യേനൈവാസന തുഷ്യേത മന്യേ തദ്ദർശനം കിലം യഥാ ധർമാദയാശ്ചാർത്താം മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിതഃ ന യദ്വജശ്ചിത്രപദം ഹരേര്യശോ ജഗത്പവിത്രം പ്രഗൃണീത കർഹിചിൻ മദ്വായസം തീർത്ഥമുശന്തി മാനസാം ന യത്ര ഹംസാ നിരമന്ത്യുഷു ശിക്ഷയാം തദ്വാഗ്വിസർഗോ ജനദാഘ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യഭീം നാമാന്യനന്ദസ്യ യശോംഗിതാനി യദ് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവവർജിതം ന ശോഭദേ യജ്ഞമലം നിരഞ്ജനം കുതഃ പുനഃ ശശ്വത ഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം അദോ മഹാഭാഗ ഭവാനമോഘദൃക് തുജിശ്രവാ സത്യരഥോ ധൃതവ്രതഃ ഉരുക്രമസ്യാഖില ബന്ധമുക്തയേ സമാധിനാനുസ്മര തദ്വിജേഷ്ടിതം തദോന്യഥാ കിഞ്ചന യദ്വിവക്ഷത പൃഥദൃശസ്തത്തു കൃതരൂപനാമഭിഃ ന കുത്രചിത് ക്വാപി ച ദുസ്ഥിതാമതിർലഭേദ വാദാഹദനോരിവാസ്പദം ജുഗുപ്സിതം ധർമ്മകൃതേനുശാസദം സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമഃ യദ്വാക്യദോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനാം വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോരനന്ദപാരസ്യ നിവൃത്തി സത്സുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനഃ തദോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ त्यक्त्वा स्वधर्मं शरणाम्बुजं हरेर्भजन्. ॐ श्री गुरुभ्यो नमः. ॐ नमो भगवते वासुदेवाय. ॐ महागणपतये नमः. गुरुवायूरप्पा शरणम्. श्रीमद्भागवतम् प्रथमस्कन्धः अथ षष्ठोऽध्यायः. सूतौ उवाच एवं निशम्य भगवान् देवक्षेत्रमकर्मज भूयः प्रप्रच्छतं यन्तं व्यासः सत्यवती सुदः. व्यास उवाच भिक्षुभिर्विप्रवसिते विज्ञानादेष्टभिस्तव वर्तमानो वयस्याद्ये तदकिमकरोद्भवान् स्वयं भुवकया वृत्त्या वर्तितं ते परन्वय कथं चेदमुदः साक्षी कार्ये प्राप्ते कलेवरम् कल्पविषयामेदां स्मृतिं सुरसत्तमा यज्ञेशव्यवसात्काल एष सर्वनिराकृतिः. नारद उवाच भिक्षुभिर्विप्रवसिते विज्ञानादेष्टुभिर्मम वर्तमानो वयस्याद्ये तदैतदकारक्षम् एकात्मजामि जननी योषिन्मूढा सतीगरी मय्यात्मजे अनन्यगतो चक्रे स्नेहानुबन्धनम्. सा स्वतन्त्रान्न कल्पासे योगक्षेमं ममेच्छति ईशस्य हि वशे लोको दोषादारुमयी यथा
അഹം സതബ്രഹ്മകുലേ പൂഷിവാംസ്തദപേക്ഷയാ ഉദ്ദേശകാലാൽ ഉത്പന്നോ ബാലകഃ പഞ്ചകായനഃ ഏകതാ നിർഗതാം ദേഹാത് ദുഹന്തി നിശിതാം പതി സർപ്പോ ദശ തദാ സ്പൃഷ്ട കൃപണാം കാലചോദിത തദാ തദഗമീശസ്യ ഭക്താനാം ശമഭീപ്സദ അനുഗ്രഹം മന്യമാന പ്രതിഷ്ഠം ദിശമുത്തരാം സ്ഫീഡഞ്ജനപദാംസ്തത്ര പുരഗ്രാമപ്രജാകരാൻ ഖേടകർവടവാടീച്ച വനാൻ अपश्यत् पुरुषं पूर्वं मायां च तदुपाश्रयां यया सम्मोहितो जीव आत्मानां त्रिगुणात्मकं परोऽपि मनुतेनर्थं तत्कृतं चाभिपद्यते अनर्थोपशमं साक्षात् भक्तियोगमधोक्षजे लोकस्याजानतो विद्वांश्चक्रे सात्वतसंहितां यस्यां वै श्रूयमाणायां कृष्णे परमपुरुषे भक्तिरुत्पद्यते पुंसः शोकमोहभयापः संहितां भागवतीं कृत्वानुक्रम्य चात्मजं सुखमध्यापयामास निवृत्तिनिरतं मुनि शौनक उवाच स वै निवृत्तिनिरतः सर्वत्रोपेक्षको मुनि तस्य वा बृहती मेधामात्मा रामसमभ्यसत् सूत उवाच आत्मा रामाश्च मुनयो निर्ग्रन्थाप्युरुक्रमे कुर्वन्त्यहैतु किं भक्तिं मित्थं भूतगुणो हरेर्गुणाक्षिप्तमतिर्भगवान् बादरायणि अध्यगान्महदाख्यानं नित्यं विष्णुजनप्रिय परीक्षितोऽधराजर्षे जन्मकर्मविलायनं संस्थां च पाण्डुपुत्राणां वक्ष्ये कृष्णकथोदयम् यदामृते कौरवसृञ्जयानां वीरेष्वथो वीरगतिं गतेषु मृगोदराविद्धगदाभिमर्श भग्नोरुदण्डे धृतराष्ट्रपुत्रे हर्तुप्रियं द्रौणिरिति स्म पश्यन् कृष्णासुतानां स्वपदां शिरांसि उपाहरद्विप्रियमेव तस्य जुगुप्सितं कर्म विगर्हयन्ति माता शिशूनां निधनं सुतानां निशम्य घोरं परितप्यमाना तदारुदद्बाष्पकलाकुलाक्षी तां सान्त्वयन्नाह किरीटमाली तदा शुचस्ते प्रमृजामि भद्रे यद्ब्रह्मबन्धो शिरा ददायिनः गाण्डीवमुक्तैर्विशिखैरुपाहरे त्वाक्रम्य यत्यस्नास्यसि दग्धपुत्रा इति प्रियां वल्गुविचित्रजल्पैः ससान्दयित्वाच्युतमित्रसूत अन्वाद्रवद्दं शिदौग्रधन्वा कपिध्वजो गुरुपुत्रं यथेन तमापदन्तं सविलक्ष्य दूरात् कुमारहोद्विग्नमनारथेन पराद्रवत् प्राणपरीप्सुरुर्व्यां यावद्गमं रुद्रभयाद्यथार्कः यदा शरणमात्मानमैक्षतश्रान्तवाजिनम् अस्त्रं ब्रह्मशिरोमेन आत्मत्राणं द्विजात्मजः अधोपस्पृश्य सलिलं सन्दधे तस्तमाहितः अजानन्नुपसंहारं प्राणकृच्छ उपस्थिते ततः प्रादुष्कृतं तेजः प्रचण्डं सर्वतो दिशं प्राणापदमभिप्रेक्ष्य विष्णुं जिष्णुरुवाचः अर्जुन उवाच कृष्ण कृष्ण महाभाग भक्तानामभयङ्कर त्वमेको दह्यमानानामपवर्गोऽसि संसृते त्वमाद्यः पुरुष साक्षादीश्वरः प्रकृतेः पर मायां विदस्य चिच्छक्त्या कैवल्ये स्थित आत्मनि स एव जीवलोकस्य मायामोहितचेतसः तं स्वित्कुतो वेदि देवदेव वेद्म्यहम् सर्वतोमुखमायाति तेजः परमदारुणं श्रीभगवानुवाच वेत्थेदं द्रोणपुत्रस्य ब्राह्ममस्त्रं प्रदर्शितं नैवासौ वेदसंहारं प्राणबाध उपस्थिते न ह्यस्यान्यतमं किञ्चिदस्त्रं प्रत्यवकर्षणं जह्यस्त्रतेज उन्नतमस्त्रज्ञो ह्यस्त्रतेजसा सूत उवाच श्रुत्वा भगवता प्रोक्तं फाल्गुनः परवीरः दृष्ट्वा वस्तं परिक्रम्य ब्राह्मं ब्रह्माय सन्दधे संहत्यान्योन्यमुभयोस्तेजसी शरसंवृते आवृत्य रोदसीखं च ववृथादेर्कवग्निवत् दृष्ट्वा स्त्रतेजस्तु तयों स्त्रीलोकान् प्रदहन्महत् दह्यमाना प्रजा भगवते वासुदेवाय श्रीगुरुभ्यो नमः। अथ अष्टमोऽध्याय। सूत उवाच अथ ते सम्परेतानां स्वानामुदकमिच्छतां
दातुं स कृष्णा गङ्गायां पुरस्कृत्य ययुस्त्रिया तेनी नियोदकं सर्वे विलप्यजपृशं पुनः आप्लुदा हरिपादाब्ज रजपूतसरिज्जले तत्रासेनं गुरुपदिं धृतराष्ट्रं सहानुजं गान्धारीं पुत्रशोकार्तां पृथां कृष्णां च माधवा सान्धयामास मुनिभिर्हतबन्धून् सुजार्पितान् भूतेषु कालस्य गतिं दर्शयन्न प्रतिक्रियां साधयित्वा जातशत्रो स्वं राज्यं कृतवैहृदं खादयित्वा सदो राज्ञा कथस्पर्शदायुषा याजयित्वा शमेधैस्रं त्रिभिरुत्तमकल्पकैः यद्यश पावनं दिशु शतमन्योरिवादनोत् आमन्त्रपाण्डपुत्रांशा शैनेयोद्धव संयुधा द्वैपायनादिभिर्विप्रै पूजिते प्रतिपूजिता गन्धं कृतमतिर्ब्रह्मन् द्वारकां रथमास्थिता उपलेभेभिधावन्तीमुत्तरां भयविह्वलाम् उत्तरोवाचा पाहि पाहि महायोगिन् देवदेव जगल्पदे नान्यं त्वदभयं पश्ये यत्र मृत्युः परस्परम् अभिद्रवति मामीशा सरस्तप्तायसो विभो कामं दहतु मां नाथा मामे गर्भो निवात्यताम् सूत उवाच उपधारवचस्तस्या भगवान् भक्तवत्सला अपाण्डवमिदं कर्तुं द्रौणीरस्रमबुध्यता तर्ह्येवादमुनिश्रेष्ठा पाण्डवाः पञ्चसायकान् आत्मनोऽभिमुखान् दीप्ता नालशस्त्राणुबाधदुः व्यसनं विश्य तत्तेषामनन्यविषयात्मनं सुदर्शनेन शास्त्रेण स्वानां रक्षां व्यथा विभु अन्तस्थ सर्वभूतानाम् आत्मा योगेश्वरो हरि स्वमायया वृणोर्गर्भं वैराट्यः कुरु तन्तवे यद्यप्यस्तं ब्रह्मशिरस्तमोहं चाप्रतिक्रियं वैष्णवं तेज आसादा समश्यामल्भृगुद्वः मामं साहेददाश्चर्यं सर्वाश्चर्यमयेषुदे य इदं मायया देव्या सृजत्यवतिहन्त्यजा ब्रह्मतेजो विनिर्मुक्ते आत्मजै सह कृष्णया प्रयाणाभिमुखं कृष्णम् इदमाह वृथा सदि कुन्ती उवाच नमस्ये पुरुषं द्वादमीश्वरं बहुदे परम् अलक्ष्यं सर्वभूतानाम् अन्तर्बहिरवस्थितं मायाजवनिगमो भगवते वासुदेवाय अथ नवमोऽध्यायः सूत उवाच इति भीतप्रजाभ्योहा सर्वधर्मविवित्सया ततो विनशनं प्रागाद् यत्र देवव्रतोपदत् तदा ते भ्रातरः सर्वे सदश्वे स्वर्णभूषितैः अन्वगच्छन् रथैर्विप्रा व्यासधौम्यादयस्तथा भगवानभिविप्रशे रथेन स धनञ्जया सतैर्विरोचतन्नृपा कुबेरैव गुह्यतैः दृष्ट्वा निपतितं भूमौ दिवश्च्युतमिवामरं प्रणेवुः पाण्डवा भीष्मं सानुगा सहचक्रिणा तत्र ब्रह्मर्षयः सर्वे देवर्षयश्च सत्तमा राजर्षयश्च तत्रासन् द्रष्टुं भरतपुङ्गवम् पर्वतो नारदो धौम्यो भगवान् बादरायण बृहदश्वो भरद्वाज सशिष्यो रेणुकासुता वसिष्ठ इन्द्र प्रमदस्तुतो गृत्समदोषिता कक्षीवान् गौतमोऽत्रिश्च कौशिकोऽथ सुदर्शना अन्ये च मुनयो ब्रह्मन् ब्रह्मरातादयो मला शिष्यैरुभेदा जग्मो काश्यपाङ्गिरसादया तान् समेतान् महाभागानुपलभ्य वसूत्तमा पूजयामास धर्मज्ञो देशकालविभागवित् कृष्णं च प्रभावज्ञासीनं जगदीश्वरं हृदिस्थं पूजयामास माययो मातविग्रहम् पाण्डुपुत्रानुभासीनान् प्रश्रय प्रेमसङ्गतान् अभ्याचष्टानुरागाश्रै अन्धीभूतेन चक्षुषा अहो कष्टमहो न्यायं यद्यूयं धर्मनन्दना जीवितुं नार्हत क्लिष्टं विप्रधर्माच्युताश्रया
ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. ഹരി ഓം തിരുമേനി. അത് ദശമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശൗനക ഉവാച സ്വരിക്തസ്പൃതാതദായിനോ യുധിഷ്ഠിരോ ധർമ്മവൃതാം വരിഷ്ഠഃ സഗാനുജൈ പ്രത്യവരുദ്ധ ഭോജനാ കഥം പ്രവർത്ത കിമകാരിഷ്യതദാ. സൂത ഉവാച വംശം പുരോർവംശതവാഗ്നിർഹൃദം സരോഖയിത്വാ ഭവഭാവനോ ഹരി നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവക. നിശമ്യ ഭീഷ്മോക്തമദാച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിദൂത വിക്രമ ശശാസാം ഇന്ദ്ര ഇവാദിദാസയാ പരിത്വാന്താമനുജാനുവർത്തിത. കാമം വവർഷപർജന്യ സർവകാമദുഃഖാമവി ശിശിരോസ്മ പ്രജാൻ കാവ പയസോദാസ്വതീർമുദ. നദ്യ സമുദ്രാഭിരയഃ സവനസ്പതി വിരൂഢ ഫലത്യോഷധയത് സർവാം കാമമന്യോധുവത്തസ്യ ഭയേ നാദയോ വ്യാദയ ക്ലേശാ ദൈവഭൂതാത്മഖേദവ അജാതശത്രാവഭവൻ ജന്തൂനാം ജാതികർഹിത ഉഷിത്വാ ഹസ്തിനാപുരേ മാസാംഗതിഭയാൻ ഹരി സുഹൃതാം വിശോകായ സ്വസുച്ച പ്രിയകാമ്യ ആമന്ത്രജാപ്യജ്ഞാത പരിഷദ്യ വിഭാദ്യതം ആരോരോഗരഥം കയറ്റ് പരിക്ഷക്തോ അഭിവാദിത. സുഭദ്രാ ദ്രൗപദി കുന്തി വിരാടതനയാ തദാ ഗാന്ധാരി ധൃതരാഷ്ട്രോ ഗൗതമോ യമോ മൃഗോദരച്ച ദൗമ്യച്ച ശ്രിയോ മത്സ്യസുതാദയ. ഞാൻ ചേരിരേ വിമുഖ്യന്തോ വിരകം സാംഗതന്വന സത്സംഗാമുദ ദുസ്സംഗോ ഹാദം നോത്സകദേ ബുധ കേത്യമാനം യശോയസ്യ സദർകർണ്യരോജനം തസ്മിൻ സ്തതിയ പാർത്ഥ സകേരൻ വിരഥം കഥം ദർശന സ്പർശന സല്ലാപ ശയനാസന ഭോജനേ സർവേ തേ നിമിഷൈരൈഷൈകീതമനുദൃതേദസ വീക്ഷന്ത സ്നേഹ സംബന്ധ വിജയോ തത്ര നിരുന്തന്നുത്കൽപ ബാഷ്പം ഔത്ഖണ്ഡ്യ ദേവഗീസുതേ വിരാജ്യസാരാന്നോ ഭദ്രം ഇതി സ്വാദ്ബാന്ധവസ്ത്രിയാം. മൃദംഗശങ്കവേര്യേച്ച വീണാപാണവഘോ മുഖ ഗന്ധ്യാരനഖണ്ഡ. അധേകാദശോऽധ്യായ. सूत उवाच आनर्तान् स उपवृज्य श्रद्धान् जनपदान् स्वकान् दद्मोदरवरं तेषां विषादं शमयन्निव. स उच्चकाशे धवलोदरोदरोऽप्युरुक्रमस्याधरशोणशोणिमा दात्मायमान करगञ्जसम्बुधे यथाब्जषण्डे कलहं स उत्सन तमुपश्रुत्य निनदं जगद्भयभयावहं प्रत्युद्ययुः प्रजाः सर्वा भर्तृदर्शनलालसाः. तत्रोपनीतबलयो जवेर्दीपमिवादृताः आत्मारामं पूर्णकामं निजलाभेन नित्यदा. प्रीतिर्भुल्लमुख रोचुर्हर्ष गद्गदया गिरा पितरं सर्वसुहृदमविदारमिवार्भकाः. नतास्मतेनाथ सदाङ्घ्रिपङ्कजं विरिञ्च वैरिञ्च सुरेन्द्रवन्दितं परायणं क्षीणमिहेच्छदां परं न यत्र कालः प्रभवेत् परप्रभु. भवाय नस्त्वं भव विश्वभावन त्वमेव माता सुहृत्परिपिता. त्वं सद्गुरुर्न परमं च दैवतं यस्यानुवृत्त्या कृतिनो बभूविम. अहो सनाथ भवता स्मयद्वयं त्रैविष्टपानामपि दूरदर्शनं प्रेमस्मितस्निग्धनिरीक्षणाननं पश्येम रूपं तव सर्वसौभगम्. यर्ह्यम्बुजाक्षापससार भो भवान् पुरुन्मधून्वाद सुहृद्दिदृक्षया. तत्राब्दकोटिप्रतिमः क्षणो भवेद्रविं विनाक्ष्णोरिव नस्तवाच्युत. इति चोदीरिता वाच
प्रजानां भक्तवत्सलः शृण्वानोऽनुगृहं दृष्ट्या वितन्वन् प्राविशत्पुरीं मधुभोजदशार्हाकुकुरान्धकवृष्णिभिः आत्मतुल्यबलैर्भुक्तां नागैर्भोगवतीमिव सर्वर्तु सर्वविभव पुण्यवृक्षलताश्रमैः उद्यानोपवनारामैर्वृतपद्मादरश्रियम् गोपुरद्वारमार्गेषु कृतकौतुकतोरणां चित्रध्वजपताकाग्रैरन्तः प्रतिहतातपाम् सम्मार्जितमहामार्गरध्यापणकचत्वरां सिक्तां गन्धजलैरुक्तां फलपुष्पाक्षताङ्गुरैः द्वारि द्वारि गृहाणां च दध्यक्षतफलेक्षुभिः अलङ्कृतां पूर्णकुम्भैर्बलिभिर्धूपदीपकैः निशम्य प्रेष्टमायान्तं वसुदेवो महामनाः अक्रूरश्चोग्रसेनश्च रामश्चाद्भुतविक्रमः प्रद्युम्नश्चारुदेष्णश्च साम्बो जाम्बवतीसुत प्रहर्षवेगोच्छ्वसितशयनासनभोजनाः वारणेन्द्रं पुरस्कृत्य ब्राह्मणैः ससुमङ्गलम्। श्रीगुरुभ्यो नमः। अथ द्वादशोऽध्याय। शौनक उवाच अश्वत्थाम्नोपसृष्टेन ब्रह्मशिष्णोरुतेजसा उत्तराया हतो गर्भ ईशेना जीवितः पुनः तस्य जन्म महाबुद्धे कर्माणि च महात्मना निधनं च यथैवासीत् स प्रेत्य गतवान् यथा तदिदं श्रोतुमिच्छामि गदितुं यदि मन्यसे ब्रूहि नः श्रद्धानानां यस्य ज्ञानमदाच्छुकः। सूत उवाच अबीबलधर्मराज पितृवद्रञ्जयन् प्रजा निःस्पृहः सर्वकामेभ्यः कृष्णपादाब्ज सेवया सम्पदा क्रदवो लोगा महिषी भ्रातरो मही जम्बूद्वीपाधिपत्यं च यशश्च त्रिदिवङ्गतम् किन्ते कामासुरस्पार्हा मुकुन्दमनसो द्विजा अभिजह्रुन्मुदं राज्ञः क्षुधितस्य यथेतरे माधुर्गर्भगतो वीरः स तदा भृगुनन्दन ददर्श पुरुषं कञ्चित् दह्यमानोऽस्त्रतेजसा अङ्गुष्ठमात्रममलं स्फुरत्पुरडमौलिनम् अबीच्य दर्शनं श्यामं तडिद्वाससमच्युतं श्रीमद्दीर्घचतुर्बाहुं तप्तकाञ्चनकुण्डलं क्षतजाक्षं गदापाणिमात्मनः सर्वतो दिशं परिभ्रमन्तमुल्काभां भ्रामयन्तं गदामुहुः अस्त्रतेजः स्वगदया निहारमिव गोपतिः विधमन्तं सन्निकर्षे पर्यैक्षतक इत्यसौ विधूय तदमेयात्मा भगवान् धर्मगुग्विभुः निषदो दशमास्यस्य तत्रैवान्तर्गते हरि ततः सर्वगुणोदर्के सानुकूलग्रहोदये जज्ञे वंशधर पाण्डोर्भूय पाण्डुरिवौजसा तस्य प्रीतमना राजा विप्रैर्धौम्य कृपादिभिः तस्य प्रीतमना राजा विप्रैर्धौम्य कृपादिभिः जातकं कारयामास वाचयित्वा च मङ्गलम् हिरण्यं गां महीं ग्रामान् हस्त्यश्वान् नृपतिर्वरान् प्रादात् स्वन्नं च विप्रेभ्यः प्रजातीर्थे सतीर्थवित् तमूजुर्ब्राह्मणास्तुष्टा राजानं प्रश्रयान्वितम् एष ह्यस्मिन् प्रजातन्तौ पुरूणां पौरवर्षभ दैवेन प्रतिघातेन शुक्ले संस्थामुपेयुषि राधो वोऽनुग्रहार्थाय विष्णुना प्रभविष्णुना तस्मान्नाम्ना विष्णुराध इति लोके बृहच्छ्रवा भविष्यति न सन्देहो महाभागवतो महान्। युधिष्ठिर उवाच अप्येष वंश्यान् राजर्षीन् पुण्यश्लोकान् महात्मनः अनुवर्तितास्विद्यशसा साधुवादेन सत्तमाः ब्राह्मणा ऊजुः पार्थ प्रजाविदा साक्षात् इक्ष्वाकुरिव मानवः ब्रह्मण्य सत्यसन्धश्च
ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ത്രയോദശോऽധ്യായः. സൂത ഉവാച വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ ഗാഥാസ്തിനപുരം തയാ വാപ്ത വിവിത്സിത. യാവതഃ കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രത ജാതൈകഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോപരരാമഃ. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്രഃ സഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സുശ്ച സൂത ശാരദ്വതപൃഥാ. ഗാന്ധാരീ ദ്രൗപദീ ബ്രഹ്മൻ സുഭദ്രാ ചോത്തരാ കൃപേ അന്യാശ്ച രാമയഃ പാണ്ഡോജ്ഞാതയഃ സസുതാസ്ത്രിയ. പ്രത്യുജ്ജഗ്മുഃ പ്രഹർഷേണ പ്രാണം തന്വയിവാഗതം അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗാഭിവാദനൈഃ. മുമുജുഃ പ്രേമബാഷ്പൗഖം വിരഹൗത്കണ്ഠ്യകാതരാः. രാജാ തമർഹയാഞ്ചക്രേ കൃതാസന പരിഗ്രഹം. തം ഭുക്തവന്തം വിശ്രാന്തമാസീനം സുഖമാസനെ പ്രശ്രയാവനതോ രാജാ പ്രാഹ തേഷാം ച ശൃണ്വതാം. യുധിഷ്ഠിര ഉവാച അഭിസ്മരഥ നോ യുഷ്മത്പക്ഷഛായാസമേധിതാൻ വിപദ്ഗണാദ്വിഷാജ്ഞേർമോചിത യത്സമാകൃതാഃ. തയാ വൃത്യാ വർത്തിതം വശ്ചരദ്ഭിഃ ക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. ഭവദ്വിധാ ഭാഗവതസ്തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്ഥേന ഗദാഭൃതാ. അഭിജ്ഞഃ സുഹൃദസ്ഥാത ബാന്ധവാഃ കൃഷ്ണദേവതാഃ ദൃഷ്ടാ ശ്രുതാ വായതവഃ സുപുര്യാം സുഖമാസത്തെ. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനായതു കുലക്ഷയം. നന്വപ്രിയം ദുർവിഷഹം നൃണാം സ്വയമുപസ്ഥിതം നാവേദയേത്സ കരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമ. കഞ്ചിത് കാലമഥാവാത്സീത് സത്കൃതോ ദേവവത്സുഖം ഭ്രാതൃജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. അഭിഭ്രതര്യമാദണ്ഡം യഥാവദഖകാരിഷു യാവദ്ദധാര ശൂദ്രത്വം ശാപാത് വർഷശതം യമ. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലന്ധരം ഭ്രാതൃഭിർലോകപാലാഭൈർമുമുദേ പരയാശ്രിയാ. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദ വിജ്ഞാത കാലഃ പരമദുസ്തര. വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. പ്രതിക്രിയാ ന യസ്യേഹ കുതശ്ചിത്തർഹചിത് പ്രഭോ സ ഏവ ഭഗവാൻ കാല സർവേഷാം ന സമാഗത. ഏന ചൈവാഭിപന്നോയം പ്രാണൈഃ പ്രിയതമൈരപി ജനഃ സദ്യോ വിയുജ്യേത കിമുദാന്യൈർധനാദിഭിഃ. പിതൃഭ്രാതൃസുഹൃത്പുത്ര ഹതാസ്തേ വിഗതം വയ ആത്മാ ജരയാഗ്രസ്ഥ പരഗേഹമുപാസസേ. അഹോ മഹീയസീ ജന്തോർജീവിതാശായയാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡമാദത്തേ ഗൃഹപാലവത്. അഗ്നിർനിസൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാഃ കൃതം ക്ഷേത്രം ധനം യേഷാം. ഭഗവൻ നമസ്തേ. അഥ ചതുർദശോऽധ്യായः. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം വിഷ്ണോ ബന്ധുദിദീക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. യതീതാ കര്യന്മാസാസ്തഥാ നായാത്തദോऽർജുന തദർശഘോരരൂപാണി നിമിത്താനി കുരുദ്വഃ. കാലസ്യ ജഗതീം രൗദ്രാം വിവര്യസ്തത്തുധർമ്മിണഃ പാപീയസീന്ദ്രിണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. തിക്മപ്രായം വ്യവഹൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃദ്ഭ്രാതൃ ദമ്പതീനാം ച കൽപ്പനം. നിമിത്താന്യത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാത്
ലോഭാദ്യധർമ്മപ്രകൃതിം ദുഷ്ടോ വാചാനുജം നൃപാ. യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുർബന്ധുതിരുക്ഷയ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിധേഷ്ടിതം. യദാഹ സപ്താധുനാ മാസ ഭീമസേന തവാനുജഃ നായാദികസ്യ വാ ഹേതോ നാം ദേദേതമഞ്ജസാ അഭിദേവർഷിണാരിഷ്ടഃ സകാലോയമുപസ്ഥിതഃ യദാത്മനോഗമാക്രീഡം ഭഗവാനുൽസിക്ഷതി യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപത്നവിജയോ ലോകാശ്രയതനുഗ്രഹാത് പശ്യോത്പാദാൻ നരവ്യാഘ്ര വിദ്യാൻ ഭൗമാൻ സദൈഹികാൻ ദാരുണാൻ ശംസദോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം ഊർവക്ഷിവാഹോ മഹ്യം സ്ഫുരന്ത്യത്യംഗ പുനഃ പുനഃ വേപതുശ്ചാഭിഹൃദയേ ആരാധ്യാസ്യന്തി വിപ്രിയം ശിവൈശോദ്യന്തമാദിത്യം അഭിരൗത്യ നലാനന മാമം ഗസാരമേയോയം അബീരേവത്യബീരുവത് ശസ്താ കുർവന്തി മാം സവ്യം ദക്ഷിണം പശവോ പരേ വാഹാംസ പുരുഷവ്യാഘ്ര ലക്ഷയേരുദതോ മമ മൃത്യുദൂത കബോധോയം ഉലൂകകം കമ്പയൻ മനഃ വൃത്തിരൂകശ്ച ഗുഹ്വാനൈ നീതോ ശൂന്യമിച്ഛതാ ധൂമ്രാദിശഃ പരിദയഃ കമ്പതേ ഭൂസഹാതിഭിः നിർഘാതശ്ച മഹാംസ്താദാ സാകം ച സ്തനയിഗ്നുഭിः വായുർവാദികരസ്പർശോ രജസാ വിസൃതം സമാ അസൃത് വർഷന്തി ദലദാ ബീഭത്സമിവ സർവദഃ സൂര്യം ഹതപ്രഭം പശ്യ രഹമാദ്രം വിതോദിഭി സംകുലൈർഭൂതഗണൈ ജ്വലിതേ ഇവ രോദസി നദ്യോ നദാശ്ച ക്ഷുഭിതാ സരാംസി ച മനാംസി ച നജ്വലത്യഗ്നിരാജ്യേന ആലോയം കിം വിദാസ്യതി ന പിബന്തി സ്തനം വത്സ ന ദുഹ്യന്തി ച മാതര രുദന്തി അശ്രുമുഖാ ഗാവോ ന കൃഷ്യന്ത്യുഷഭാ പ്രജേ ദൈവതാനി രുദന്തീവ സ്മൃത്യന്തി ഉച്ചലന്തി ച ഇമേ ജനപദാ ഗ്രാമ പുരോദ്യാനാകരശ്രമ ഭ്രഷ്ടശ്രിയോ നിരാനന്ദ കിമഹം ദർശയന്തി നഃ മന്യയേതൈ മഹോത്പാദൈ നൂനം ഭഗവതഃ പദൈഃ അനന്യപുരുഷശ്രീഭിः ഹീനാമൂൽ അതസൗഭഗ ഇതി ചിന്തയതസ്തസ്യ ദുഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞഃ പ്രത്യാഗമത് ബ്രഹ്മൻ യദുകുര്യാ കവിത്വജഃ തം പാദയോർനിപതിതം അയഥാ പൂർവമാധുരം അഥോ വദനം ബിന്ദൂൻ സൃജന്തം നയനാദ്യയോः വിലോക്യോ ദിഗ്നഹൃദയോ വിച്ഛായ മനുജം നൃപഃ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരന്നാരദേരിതം ശത്രുനിജിതാദയഃ തച്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭുഃ പ്രത്യുത്നഃ സർവവൃഷ്ണീനാം സുഖമാസ്തേ മഹാരഥ ഗംഭീരതയോ നിരുദ്ധോ വർദ്ധതേ ഭഗവാനുദാ സുഷേണശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതീ സുധാ അന്യേ ച കാശ്മീപ്രവരാः സപുത്രോ ഋഷഭാദയ തഥൈവാനുചരാ ശൗരേः ശ്രുതദേവോദ്ധവാദയ സുനന്ദമന്ദശീർഷണ്യ ये चान्ये साप्तदर्शभाः अभिस्वस्ताः सदे सर्वे रामकृष्णभुजाश्रयाः अभिस्मरन्ति कुशलमस्माकं भक्तसौहृदाः भगवानपि गोविन्दो ब्रह्मण्यो भक्तवत्सलः कश्चित्पुरे सुधर्मायां सुखमास्ते सुहृद्भृतः मङ्गलाय च लोकानां क्षेमाय च भवाय च आस्ते यदुकुलाम्भोगौ आद्यो अनन्तसखः पुमान् यद्बाहुदण्डगुप्तायां स्वपुर्यां हृदवोत्थिताः क्रीडन्ति परमानन्दं महापौरुषिका इव यत्पादशुश्रूषणमुख्यकर्मणा सत्यादयो दृष्टसहस्रयोषिण निर्जित्यसङ्ख्ये त्रिदशांस्तदाशिषो हरन्ति वज्रायुधवल्लभोचिताः
യദ്ബാഹുദണ്ഡാഭിജയാൻ ജീവനോ യദുപ്രവീരാഹ്യകുതോ ഭയം മോ അതിക്രമന്ത്യംഘ്രിവിരാഹൃതാം ബലാത് സഭാം സുധർമാം സുരസത്തമോചിതാം തച്ചിത്തേനാമയം താത ഭ്രഷ്ടതേജാഭിഭാസി മേ അലഭ്യമാനോപജ്ഞാതഃ കിം വാ താത ശിരോഷിത തച്ചിന്നാഭിഹതോ ഭാവൈഃ ശബ്ദാദിവിരമംഗളൈഃ ന ദത്തമുക്തമദ്വിദ്യ ആശയാ യത്പ്രതിശ്രുതം തച്ചിത്തം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രിയം ശരണോപസൃതം സത്വം നാദ്യാക്ഷീ ശരണപ്രദ തച്ചിത്തം നാഗമാഗമ്യാം ഗമ്യാം വാസകൃതാം സ്ത്രിയം പരാജിതോ വാഘ ഭവാൻ നോത്തമൈർനാസമൈപതി അഭിഷിത് പര്യമുക്താസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ വിദുർച്ഛിതം കർമ്മ കിഞ്ചിത് കൃതവാൻ ന യദക്ഷമം തച്ചിൽ ശ്രേഷ്ഠതമോ തമേനാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേതേ അന്യഥാ നരോ ശ്രീഹരയേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായാം പ്രഥമസ്കന്ധേ യുഷ്ടിരവിതർക്കോ നാമ ചതുർദശോധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ പഞ്ചദശോധ്യായഃ. സൂത ഉവാച ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാതാരാജ്ഞാവികൽപിതഃ നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകർഷിതഃ ശോകേന ശുശ്വത്വദനഃ കൃത്സരോജാഹതപ്രഭഃ വിഭും തമേവാനുധ്യായൻ നാശക്നോത്പ്രതിഭാഷിതും കൃച്ഛ്രേണ സംസ്തഭ്യ ശുചഃ പാണിനാമൃജ്യ നേത്രയോഃ പരോക്ഷേണ സമുന്നത പ്രണയോത്കണ്ഠ്യകാതര സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പഗദ്ഗദയാ ഗിര. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ ബഹൃദം തേജോ ദേവവിസ്മാപനം മഹത് യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശനഃ ഉക്തേന രഹിതോ ഹേഷ ഹൃദഗഃ പ്രോച്യതേ യഥാ യൽ സംശ്രയോ ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോ ഹൃദം ഖലു മയാ ബിഹദശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗതാ ച കൃഷ്ണ യൽ സന്നിധാവഹമുഖാണ്ഡവമഗ്നയേതാത് ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാമയ കൃതാത്ഭുത ശില്പമായ ദിഗ്ഭോഹരൻ നൃപദയോ ബലിമധ്വരേതേ യത്തേജസാ നൃപശിരോംഘ്രിമഹന്മഖാർത്തേ ആര്യോ നജുസ്തവ ഗദായുധ സത്വവീര്യഃ തേനാഹൃദാഃ പ്രമഥനാദമഖായ ഭൂപാഃ യന്മോജിതാസ്തദനയൻ ബലിമധ്വരേതേ പത്ന്യാസ്തവാദിമഖക്ലപ്തമഹാഭിഷേക ശ്ലാഘിഷ്ഠചാരുകബരം കിത വൈ സഭായാം സ്പൃഷ്ടം വിഗീര്യ പദയോഃ പതിതാശ്രമുഖ്യ യൈസ്തൽ സ്ത്രിയോ കൃതഃ ദേശവിമുക്തകേശാഃ യോ നോ ജുഗോപവനമേത്യ ദുരന്തകൃച്ഛ്രാത് ദുർവാസസോരിവിഹിതാദയുദാഗ്രഭുക്യഃ ശാഗാനശിഷ്ടമുപയുജ്യയതസ്ത്രിലോകീം തൃപ്താമംസ്തസലിലേ വിനിമഗ്നസംഖഃ യത്തേജസാധ ഭഗവാൻ യുധിശൂലപാണിഃ വിസ്മാഭിതഃ സഗിരിജോസ്ത്രമദാ നിജം മേ അന്യേപി ചാഹമുനൈവ കളേബരേണ പ്രാപ്ത. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം ചിന്തയിതോ ജിഷ്ണോഃ കൃഷ്ണപാദസരോരുഹം സൗഖാദാനേതി ഗാഢേന ശാന്താസിദ് വിമലാം മതിഃ വാസുദേവാഗ്നിധ്വാന പരിഭ്രംഹിതരം ഹസാം ഭക്ത്യാ നന്മിതാശേഷഘാഷായ ദ്വിഷണോർജുനാം ഗീതം ഭഗവദാജ്ഞാനം യത്ത് സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരധ്യാഗമത് പ്രഭുഃ വിശോകോ ബ്രഹ്മസമ്പത്യാം സംഛിന്നദ്വൈത സംശയഹാം ലീന പ്രകൃതി നൈർഗുണ്യാദലിംഗത്വാദ സംഭവഹാം നിശമ്യ ഭഗവൻ മാർഗം സംസ്ഥാം യദുകുലസ്യ ചാം സ്വപഥായ മതിം ചക്രേ നിവൃതാത്മാ യുധിഷ്ഠിരഹാം പ്രത്യാഭിനശ്രുത്യ ധനജ്ജയോദിതം നാശം യദൂനാം ഭഗവദ്ഗതിം ച താം ഏകാന്ത ഭക്ത്യാ ഭഗവത്യധോക്ഷജേ നിവേശിതാത്മോ പരരാമ സംസൃതേഃ.
യയാഹരദ്ഭുവോ ഭാരം താം തനും വിജ്ജഹാവജഹാം കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപേഷു ദുസ്സമം യഥാ മത്സ്യാദിരൂപാണി ധത്തെ ജഹ്യാദ്യഥാ നടാം ഭൂഭാരക്ഷഭിതോ യേനാം ജഹൗ തച്ച കളേബരം യഥാ മുകുന്ദോ ഭഗവാനിമാം മഹിം ജഹൗ സ്വതന്യാശ്രവണീയ സത്കഥ തദാ ഹരേവ പ്രതിബുദ്ധചേതസാം അധർമ്മഹേതു കളിരന്വർത്തതാം യുധിഷ്ഠിരസ്തത് പരിസർപ്പണം ഭുതാം പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തദാത്മനീം വിഭാവ്യലോഭ്യാനൃത ഹരേ കൃഷ്ണ വിഭാവ്യലോഭാനൃത ജിഹ്മഹംസിനാം വിഭാവലോഭ്യാനൃത ജിഹ്മഹിംസിനാം അധർമ്മ്യചക്രം ഗഗനായ പര്യത സ്വരാട് പൗത്രം വിനയാനമാത്മന സുസുമം ഗണേ തോയാനീവ പതിം ഭൂമരേഭിഷിചന്ദ്രഗജാഹയേ മധുരായാം തഥാ വ്രജം ശൂരസേനപതിം തഥാ പ്രാജാപത്യം നിരുപ്യഷ്ടിമഗ്നീന പിബദീശ്വരാം വിസജ്ജ തത്തർവം ദുഹൂലകവലാധികം നിർമ്മമോ നിരഹങ്കാര സംചിന്നാശേഷ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗം ഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. അത ഷോഡശോऽധ്യായം. സൂത ഉവാച തതഃ പരീക്ഷിദ്വിജവര്യശിക്ഷയാ മഹിം മഹാഭാഗവതഃ ശശാസഃ യദാ ശിശുഭ്യാം അഭിജാതകോവിദാ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തദാ സ ഉത്തരസ്യ തനയാമുഭയേ മൈരാവതി ജനമേജയാദീൻശ്ചതുരസ്തസ്യാമുത്പാദയത് ആജഹാരാശ്വമേധാം സ്ത്രീം ഗംഗായാം ഭൂരിദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായത്രാക്ഷിരോചരാ നിജഗ്രാഹൗജസാ വീര കലിംബികുജയേ ക്വചിത് നിർബലിംഗധരം ശൂദ്രം നന്ദം ഗോമിഥുനം പദാ. ശൗനക ഉവാച തസ്യ ഹേതോർനിജഗ്രാഹ കലിംബികുജയേ നൃപ മൃദേവ ഛിന്നദൃക്ശൂദ്ര യോസൗദാംയ പദാഹനത് തദ്യതാം മഹാഭാഗ യതി കൃഷ്ണകഥാശ്രയം അഥവാസ്യ പദാംബോജമകരന്തലിഹാം സദാം കിമന്യേ രസദാലാപൈഃ ആയുഷോ യദസദ്വ്യയ ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്യാനാം മൃതം ഇച്ഛതാം ഇഹോ ബഹൂദോ ഭഗവാൻ മൃത്യുശാമിത്ര കർമ്മണി ന കശ്ചിന്മ്രിയതേ താവദ് യാവദാസ്ത ഇഹാന്തദ ഏതദർത്ഥം ഹി ഭഗവാൻ ആഹൂത പരമർഷിഭിഃ അഹോ നൃലോകേ ജീയേത ഹരിലീലാമൃതം വച മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥകർമ്മഭിः. സൂത ഉവാച യഥാ പരീക്ഷിത് ഗുരുജാംഗലേ ശൃണോത് കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വാർത്താം മനതിപ്രിയാം തദാ ശരാസനം സംയുഗശോണ്ടിരാദദേ സ്വലംകൃതം ശ്യാമധുരംഗയോജിതം രഥം മൃഗേന്ദ്രധ്വജമാശ്രിത പുരാത് വൃതോ രഥാശ്വദ്വിപപത്തിയുക്തയാ സ്വസേനയാ ദിഗ്വിജയായ നിർഗത ഭദ്രാശം കേതുമാലം ച ഭാരതം ചോത്തരാൻ ഗുരുൻ കിം പുരുഷാദീനി വർഷാണി വിചിത്യ ജഗൃഹേ ബലിം തത്ര തത്രോപശുന്നാന സ്വപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണം ച യശ കൃഷ്ണമാഹാത്മ്യം സൂചകം ആത്മാനം ച പരിത്രാദം അശ്വത്ഥാംനോസ്ത്രതേജസ സ്നേഹം ച വൃഷ്ണിപാർക്കാനാം തേഷാം ഭക്തിം ച കേശവേ തേഭ്യ പരമസന്തുഷ്ട പ്രീത്യുജൃംഭിതലോചന മഹാധനാനിവാസാംസി ഗദൗഹാരാൻ മഹാമനാ സാരഥ്യപാരഷദ സേവന സത്യദൗത്യ വീരാസനാനുഗമന സ്തവന പ്രണാമം സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗത് പ്രണതിം ച വിഷ്ണോ വക്തും ഹരോതി നൃപതിശ്ചരണാരവിന്ദേ തസ്യൈവം വർത്തമാനസ്യ പൂർവേഷാം വൃത്തിമന്വഹം നാദിദൂരേ കിലാശ്ചര്യം യദാസി മേ ഹന്തമിവ ബിഭ്രതം ദേവമാനം പതൈതേന സീതന്തം ശൂദ്രതാഡിതം ഗാം ച ധർമ്മദുഃഖാം ദീനാം വൃഷം ശൂദ്രപദാഹതാം വിവത്സാം സാശ്രുവദനാം ക്ഷാമാം വ്യവസമിച്ഛതീം
പപ്രച്ഛരഥമാരൂഢ കാർത്തസ്വരപരിച്ഛദം മേഘഗംഭീരയാ വാച സമാരോപിത കാർമുക തസ്ത്വം മച്ഛരണേ ലോകേ ബലാധ്യംസ്യ ബലാഞ്ജലി നരദേവോऽसि വേഷേണ നടവത് കർമ്മണാധിജ തസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം സഹ ഗാണ്ഡീവധന്വന ശോച്യാസി ശോച്യാൻ രഹസി പ്രഹരൻ വധമർഹസി ത്വം മൃണാളധവള പാതേർനോന പദാചരൻ വൃഷരൂപേണ കിം കശ്ചിത് ദേവോ നഃ പരിഖേദയൻ നജാദുപൗരവേന്ദ്രാണാം ദുർദണ്ഡഃ പരിരംഭിതേ ഭൂതലേനു പതന്ത്യസ്മിൻ വിനാതെ പ്രാണിനാം ശുച മഹാസൗരഭേയാനുഷിതോ വിദ്യുതേ വൃഷളാദ്ഭയം മാരോധീരംഭ ഭദ്രം തേ ഖലാനാം മഹിഷാസ്തവേ യസ്യ രാഷ്ട്രേ പ്രജാ സർവാസ്തസ്യം തേ സാധ്യ സാധുഭേ തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഭഗേ ഏകരാജ്ഞാം പരോ ധർമ്മോ ഖ്യാതാനാമാർത്തി നിഗ്രഹ അത ഏനം വദിഷ്യാമി ഭൂതദ്രുഹമസത്തമം ഓ വൃക്ഷത്തവ പാദാം ശ്രീൻ സൗരഭേയ ചതുഷ്പദ മാം ഭുവം സ്വാദൃശരാഷ്ട്രേ രാജ്ഞാം കൃഷ്ണാനുവർത്തിനാം ആഖ്യാതിവൃഷഭദ്രം വാ സാധൂനാം അകൃതാഗസാം ആത്മവൈരൂപ്യകർത്താരം പാർത്ഥാനാം കീർത്തിഭൂഷണം ജനേനാഗസ്യഥം ഗിഞ്ചൻ സർവതോഷിതമദ്ഭയം സാധൂനാം ഭദ്രമേവ സ്യാത് അസാധുതമനേ കൃതേ അനാഥസ്യ ഭൂതേഷു യ ആഗ്രസ്യം നിരംകുശഃ ആഹർത്താസ്മി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഹരയേ നമഃ. അഥ അഷ്ടാദശോऽധ്യായः. सूत उवाच यो वै द्रौण्यस्त्रविप्लुष्टो नमादुरुदरे मृदः अनुग्रहात् भगवतः कृष्णस्याद्भुतकर्मणः ब्रह्मको बोधिदाद्यस्तु तक्षकात् प्राणविप्लवात् न सम्मुमोहोरुभयात् भगवत्यर्पिताशयः उत्सृज्य सर्वतः सङ्गं विज्ञादाजितसंस्थितिः वैयासगैर्जहौ शिष्यो गङ्गायां स्वं कळेबरं नोत्तमश्लोकवार्तानां जुषतां तत्कथामृतं स्यात् सम्भ्रमो अन्तकालेऽपि स्मरतां तत्पदाम्बुजम्. गुरुभ्यो नमः. गङ्गणपतये नमः. सरस्वत्यै नमः. ॐ नमो भगवते वासुदेवाय. अथ एकोनविंशतितमोऽध्यायः. सूत उवाच महीपतिस्त्वथ तत्कर्मगर्ह्यं विचिन्तयन्नात्मकृतं सुदुर्मनाः अहो मया नीचमनार्यवत्कृतं निरागसि ब्रह्मणि गूढतेजसि ध्रुवं ततो मे कृतदेवहेळनात् दुरत्ययं व्यसनं नादिदीर्घात् तदस्तु कामं दुःखनिष्कृताय मे यथा न कुर्यां पुनरेवमथा अद्यैव राज्यं बलमृत्थकोशं प्रकोपितब्रह्मकुलानलो मे दहत्वभद्रस्य पुनर्न मे भूत् पापीयसीतिर्द्विजदेवगोभ्य सचिन्तयन्नित्थमथा शृणोद्यथा मुने सुतोक्तो निरतस्तक्षकाख्य न साधुमेनेन चिरेण तक्षकानलं प्रसक्तस्य विरक्तिकारणम् अथो विहाये ममुं च लोकं विमर्शितौ हेयतया पुरस्तात् कृष्णाङ्घ्रिसेवामधिमन्यमान उपाविशत्प्रायममप्यनद्या या वैलसत्श्रीतुलसी विमिश्रा कृष्णाङ्घ्रिरेणोऽप्यधिकाम्बुनेत्री पुनादिलोकानुभयत्रशेषान् कस्तां न सेवेदमरिष्यमाणा इति व्यवच्छिद्य स पाण्डवेया प्रायोपवेशं प्रति विष्णुपद्यां दध्यौ मुकुन्दाङ्घ्रिमनन्यभावो मुनिव्रतो मुक्तसमस्तसङ्ग
തത്രോപജഗ്മുർഭുവനം പുനാന മഹാനുഭാവാ മുനയസ്സ ശിഷ്യാഃ പ്രായേണ തീർത്ഥാഭിഗമാപദേശൈഃ സ്വയം ഹി തീർത്ഥാനി പുനന്തി സന്ത അത്രിർവസിഷ്ഠശ്ച വനഃശരദ്വാൻ അരിഷ്ടനേമിർഭൃഗുരംഗിരാശ്ച പരാശരോഗാധിസുതോധരാമ ഉദധ്യ ഇന്ദ്രപ്രമദേത്മവാഹൗ മേധാതിഥിർദേവല ആഷ്ടിഷേണോ ഭാരദ്വാജോ ഗൗതമപിപ്പലാദ മൈത്രേയ ഔർവകവശകുംഭയോനിഃ ദ്വൈപായനോ ഭഗവാൻ നാരദശ്ച അന്യേ ച ദേവർഷി ബ്രഹ്മർഷിവർയ രാജർഷിവർയ അരുണാദയശ്ച നാനാശ്രേയപ്രവരാൻ സമേതാൻ അഭ്യർച്ച്യ രാജാ ശിരസാ വവന്ദേ. അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തോരു ഉത്തമമുത്താണോ നാരായണ ഭക്തിയാം സിന്ധുവിൽ മധ്യേ വിടർന്നോരു സച്ചിന്മലരാണോ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഗോകുലമാകവേ ശാന്തമായി തീർക്കുന്ന പാവന നാമമീ നാരായണ. പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിയിടും പാടുവാനീ നാമം നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ. കേൾക്കുന്ന മാത്രയിൽ എല്ലാം മറക്കുന്ന ആനന്ദഗീതമീ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ബ്രഹ്മാദിദേവഗണെന്നും സേവിക്കുന്ന കാരുണ്യതീർത്ഥമേ നാരായണ. നാരദർ വീണയിൽ എന്നും മുഴങ്ങുന്ന പ്രേമസ്വരമാണു നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. അന്നോരജാമീരൻ വൈകുണ്ഠമായി കണ്ട നാലക്ഷരമാണു നാരായണ. പുണ്യമാം നിദ്രയിൽ കണ്ണനെ കാണുന്ന കണ്ണിമീഴികളെ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. മാധവനൻ ഗോരോ കാട്ടിടും സംസാര സാഗരദ്രോണിയാം നാരായണ. നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ.
നാരായണ ജയ നാരായണ ജയ സംസാര സാഗര തീരത്തിനക്കരെ എത്തിക്കോ വിത്തോണി നാരായണ നാരായണ തവ നാമത്തിൽ മുങ്ങിടും ഞങ്ങളെ കാക്കാൻ മാറന്നിടല്ലേ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈ ഒരു വർഷം നമുക്ക് ഭഗവാന്റെ കാരുണ്യ വർഷമായിട്ട് കണക്കാക്കാം. നമ്മുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നോക്കിയാൽ അതിനൊന്നും കണക്കില്ല. അതൊക്കെ കാട്ടുതീ പോലെയാണ്. അതൊക്കെ കിടണമെങ്കിൽ ഇങ്ങനെയൊന്നും വർഷിച്ചാൽ പോരാ. അത്രമാത്രമുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒരുമിച്ച് കൂടി നമ്മൾ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു സത്സംഗം. നേരിട്ട് കാണുന്നത് കുറവാണല്ലോ. അതല്ലാതെ പ്രഭാഷണമൊന്നും ഗുരുവായൂരെത്തിക്കഴിഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുക, അനുഭവിക്കുക, അത്രേ ഉള്ളൂ. ഗുരുവായൂർ അമ്പലത്തിലെത്തിയിട്ട് പിന്നെ പ്രഭാഷണമൊക്കെ പിന്നെ ശർക്കരയുടെ മധുരം അത് പ്രഭാഷണം ചെയ്ത കാര്യമില്ല. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ആസ്വദിക്കുക മാത്രമേ വേണ്ടൂ. അത് ഈ പ്രദേശത്തെത്തിയാൽ അറിയാം. ഈ ചുറ്റമ്പലം അല്ലെങ്കിൽ ആ മതിലങ്ങോട്ട് കടന്നാൽ പിന്നെ ഭാവം മാറുകയും പിന്നെ പൊൻകിലമ്പിന്റെ ശബ്ദം, ചെറിയ ഇളങ്കാറ്റ്, മയിൽപ്പീലികൾ, അതിവിടെ നമുക്ക് അറിയാൻ സാധിക്കും ഭഗവാന്റെ സാന്നിധ്യം. അത്രേ ആവശ്യമുള്ളൂ. അത് ആ പ്രദേശത്തെത്തി ഭഗവാനെ അനുഭവിക്കുക. അതാണ് ഹന്ത ഭാഗ്യം ജനാ. അത് അനുഭവിക്കാൻ സാധിച്ചാൽ അവര് ഭാഗ്യവാന്മാര്. തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അത് ഗുരുവായൂർ അമ്പലത്തിൽ സാക്ഷാത്തായിട്ട് പ്രകാശിക്കുന്നു. അപ്പൊ ചിലർ ചോദിക്കും മറ്റുള്ള ദിക്കിലില്ലേ എന്ന്. എന്ത് ആരപ്പം ഇല്ല പറയണു? ഇല്ല പറയണില്ല. എല്ലാ ദിക്കിലും വായു ഉണ്ടെങ്കിലും കൂളറിന്റെ അടുത്തിരിക്കുമ്പോൾ കുറച്ചധികം സുഖം ഉണ്ട് ഇല്ലേ? ഫാനിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ കുറച്ചധികം അതിന്റെ ഒരു അനുഭവം നമുക്ക് അധികം ഉണ്ട്. അത്രേ ഉള്ളൂ. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കുറച്ചധികം സാധാരണക്കാർക്ക് പ്രകടമാവും എവിടെ? അതാണ് ഗുരുവായൂർ അമ്പലത്തിൽ. അല്ലാതെ എവിടെയും ഭഗവാൻ ഇല്ല പറയണില്ല. അവതാരം വർണ്ണിക്കുമ്പോഴും ഭാഗവത്തിൽ എന്താ പറയണത്? ആവിരാസിയത് യഥാ പ്രാച്യാം പുഷ്കരാം നിശീധേ തമ ഉദ്ബോധേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയഃ. എന്താ സർവഗുഹാശയഃ എന്ന് പറഞ്ഞാൽ? എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നവനാർത്ഥം. സർവഗുഹാശയഃ വിഷ്ണു, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ദേവകിയുടെ അടുത്തൊന്ന് കണ്ടു. എന്താണ്? അത്രയും പറഞ്ഞുള്ളൂ. ദേവകി പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ദേവിയുടെ അടുത്ത് കണ്ടു. എല്ലാ ദിക്കിലുള്ള ഭഗവാനെ ദേവിയുടെ അടുത്ത് കണ്ടു. എന്നാൽ സപ്തമം പറയുമ്പോൾ അങ്ങനെയല്ല. കാണാം അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം. അവിടെ തൂണില് ഹിരണ്യകശിപു അങ്ങനെ കണ്ടു. എങ്ങനെ കണ്ടത്? സടാകേസരങ്ങളും പ്രോൽക്കംബപ്രനികുംബിതാംബരമഹോജീയാത്തവേദം ബഹു. അവിടെയും തൂണ് പ്രസവിച്ചു എന്നും പറഞ്ഞില്ല. അദൃശ്യത കാണപ്പെട്ടു, കണ്ടു. എന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഗുരുവായൂർ വരുന്നവരൊക്കെ ഭഗവാനെ അനുഭവിക്കുന്നുണ്ട് പറഞ്ഞാൽ അത് തോന്നുന്നില്ല. ചിലർക്ക് സാധിക്കും. അത് മൊട്ടസൂരിക്ക് കാന്തത്തിന്റെ അടുത്ത് ഓട്ടാൻ തോന്നുന്നു. മൺകട്ടയ്ക്ക് തോന്നുന്നു. കാന്തം കണ്ട ഓട്ടണമെന്ന് മൺകട്ടയ്ക്ക് തോന്നില്ല. വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിന് തയ്യാറാവുക, അതിന് പാകപ്പെടുക, അത്ര നമുക്ക് ചെയ്യാനുള്ളൂ. അതാണ് അവസാനം പറഞ്ഞത്. എന്തും പറയുവാൻ ഒന്നൊന്ന ഇന്നൊന്നു പാടുമോ നാരായണ. പലതും പറയാൻ നമുക്ക് നാവ് വന്നു. പക്ഷെ ഭഗവാന്റെ നാമം ജപിക്കാൻ, അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തതും. ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇത്രയും പേര് കൂടുമ്പോഴേ. ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല ഉള്ളത് പറയാം.
നമ്മളൊരു 40 പേര് 50 പേരിലേക്ക് ഒതുക്കാം എന്നാണ് കരുതിയത്. പക്ഷെ പലരും വരുമ്പം എന്താ പറയുക, അവരോട് പറഞ്ഞു സൗകര്യം എനിക്ക് ഉണ്ടാവുള്ളൂ, ബാക്കി എന്താ വെച്ചാൽ അവരുടെ റിസ്ക് അത്രയേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു മുഷ്പില്ലാതെ എത്ര നേരം ഇരുന്നില്ലേ. നാരായണ ആലയം ലാദിക്കിൽ നാരായണ എഴുതി വെച്ചതാണ്. നാരായണ എഴുതിയ പുസ്തകം സമർപ്പിക്കുന്നത് വരെ അദ്ദേഹം നാം ആചാര്യന്റെ മഹിമ, അദ്ദേഹത്തിന്റെ തപസ്. അപ്പൊ ആ ഒരു സന്നിധിയിലെത്തുക, ഇവിടെ ഇരുന്ന് ഭാഗവതം വായിക്കാൻ സാധിക്കുക. കുറച്ച് ഒരധ്യായം ഒരധ്യായം അതെന്നെ പലരും പിന്നെ അഭിപ്രായപ്പെട്ടപ്പോ ഒരധ്യായം കൊടുത്തവരോട് ഷെയർതോളം പറഞ്ഞു. നമുക്ക് നോ പറഞ്ഞ ശീലമില്ല. ചോദിച്ചാൽ പിന്നെന്താ വെച്ചാൽ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അവരോട് ചോദിച്ചാൽ അവർ തന്നു വെച്ചാൽ 2 ശ്ലോകം 10 ശ്ലോകം എന്താ വെച്ചാൽ അവരുടെ കൂടി വായിച്ചോളും. അങ്ങനെ കുറച്ച് പേര് വായിച്ചു, അത്രേ പറ്റുള്ളൂ. കാരണം ആരെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് പുഷ്പിക്കുന്നില്ല. ഇപ്പം നമ്മുടെ പ്രകൃതം കൊണ്ട് മുഷിഞ്ഞപ്പൊന്നും നിർത്തില്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ആരെയും വിഷമിപ്പിക്കുന്നില്ല. ഏതായാലും ഈ ഒരു സത്സംഗം അത് വേണ്ടതുപോലെ ഗുരുവായൂരപ്പനും ഭംഗിയാക്കട്ടെ. നൈമിഷാരണ്യം, അവിടെ സൂതശൗനക സംവാദത്തിലാണ് ഭാഗവതം ആരംഭിക്കുന്നത്. നൈമിഷാരണ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടതാണ് കഥയൊന്നും പറയണില്ല. നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സന്നിധിനാണ് അർത്ഥം. എപ്പോഴാണോ നമ്മൾ കർമ്മങ്ങളൊക്കെ വിട്ട് മറ്റു ജോലികളൊക്കെ ഒഴിവാക്കി ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ തയ്യാറാവുന്നത്, ആ സ്ഥലമാണെന്ത് നൈമിഷാരണ്യം. അപ്പൊ ഈ സ്ഥലം എന്താ? കാരണം സ്കൂൾ തുറക്കാൻ പോവുകയാണ്, നമുക്ക് പല തിരക്കുണ്ട്, ശനി ഞായർ ദിവസങ്ങളാണ്. അപ്പൊ നമുക്കൊക്കെ വേണമെങ്കിൽ ശൗനകാദികളെ പോലെ യാഗം ചെയ്തുകൊണ്ടിരിക്കാം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയാ സത്രം സ്വർഗായ ലോകായ. ശൗനകാദ ഋഷീശ്വരന്മാര് യാഗം ചെയ്യണം എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ചെയ്യുന്ന ജോലികളാണ് ഈ യാഗം. കാശുണ്ടാക്കുക, മറ്റു പല ജോലികളും ഒക്കെ എന്തിനാ ചോദിച്ചാൽ അതിനെങ്ങനെയാണ് അനുഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം, അത്ര അനുഭവിക്കുന്നില്ല. എന്തോ നേടാനുണ്ടെന്നുള്ളൊരു ത്വര നമുക്കുണ്ട്, എന്തോന്ന് കിട്ടാനുണ്ട്, എന്താണെന്നറിയില്ല. അത് ഓരോ സമയത്ത് ഓരോന്നാവും. അതിനാണ് എന്താ പറഞ്ഞത്, യാഗം എന്ന് പറഞ്ഞത്. അത് നമ്മൾ നിർത്തി വെക്കാൻ പലപ്പോഴും തയ്യാറാവില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഈ സജ്ജനങ്ങൾ തയ്യാറായി, കുറച്ചു നേരത്തെങ്കിലും തയ്യാറായല്ലോ. ഈ ശനിയാഴ്ച അല്ലെങ്കിൽ നാളെ ഞായറാഴ്ചയും കൂടി മാറ്റി വെക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? ഇപ്പം ചെയ്യുന്ന പണികളൊക്കെ നിർത്തിവെച്ചു, തൽക്കാലം മൊബൈലൊക്കെ ഓഫാക്കി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചു എന്ന് പറഞ്ഞ അർത്ഥം ശൗനകാദ ഋഷീശ്വരന്മാര് യാഗം ചെയ്യുന്നത് നിർത്തി. ആരെ പോയി കണ്ടു? സൂതനെ പോയി കണ്ടു. ആരാ സൂതൻ? ഈശ്വര കഥ പറയുന്നവരെയാണ് സൂതന്മാർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം ഏതെങ്കിലും ഈശ്വര കഥ പറയുന്നവരെ പോയി കാണാം. കേട്ടോ, ഈ ലോക വിഷയങ്ങളുടെ പിന്നാലെ ഓടിയിട്ട് സമാധാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം ഭാഗവതം കേൾക്കാൻ തയ്യാറായി. അതാണ് ഈ പറയേണ്ട താല്പര്യം. അതൊന്നും അങ്ങനെ വ്യക്തമായിട്ട് ഭാഗവതത്തിൽ പറയില്ല, ഒക്കെ വ്യംഗ്യമായിട്ട് സൂചിപ്പിക്കുകയുള്ളൂ. അതല്ലാണ്ട് വേറെ സമാധാനത്തിന് വഴിയില്ല. എവിടെ വേണേൽ പോയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ശൗനകാദികളെ പോലെ നമ്മളും ഒത്തുകൂടിയിരിക്കുകയാണ്. ഈശ്വര കഥകൾ സ്മരിക്കാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളും കൂടെ എങ്ങനെ വായിക്കാം. ശൗനകാദ ഋഷീശ്വരന്മാരെ പോലെ നമ്മളും ഇവിടെ ഒത്തുകൂടി ഈശ്വര കഥകൾ കേൾക്കാൻ. 1-ാമത്തെ അധ്യായത്തിന്റെ സാരം എന്ത് ചോദിച്ചാൽ ഇത്രേ അർത്ഥമുള്ളൂ. ഒരു ചോദ്യം, 6 ചോദ്യം എന്ന് പറയാം, പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം ഒന്നേ ഉള്ളൂ. ആ ചോദ്യം ഇതാണ്: എന്തനുഷ്ഠിച്ചാലാണ് ഈ ജന്മം സഫലമാവുക? ഇതാണ് ചോദ്യം. ശൗനകാദികളുടെ ചോദ്യം എന്തനുഷ്ഠിച്ചാലാണ് ഈ ജന്മം സഫലമാവുക? ശൗനകാദികൾ ചോദിച്ചതാണ് സൂതനോട്. അതിനുള്ള ഉത്തരം പറയാണ് സൂതൻ. നേരെ പറയല്ല, നേരെ പറയരുത്. എന്ത് ചെയ്യണം? ഗുരുനാഥനെ സ്മരിക്കണം, സജ്ജനങ്ങളെ സ്മരിക്കണം. അങ്ങനെ വേണ്ടതുപോലെ ശാസ്ത്രം പഠിച്ചവര് പറയുന്നു. അതുകൊണ്ടാണ് സൂതൻ നേരെ ഉത്തരം പറഞ്ഞില്ല. 5 മിനിറ്റ് എടുത്തു എത്താൻ. ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗ മഹർഷിണി പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തും ഉപചക്രമേ. പ്രതിപൂജ്യ വചസ്തേഷാം, തന്നോട് ചോദ്യം ചോദിച്ചവരെ നമസ്കരിച്ചു. ഞാൻ നിങ്ങളെ നമസ്കരിക്കുകയാണ്. കാരണം ഇത്രയും താല്പര്യം ഭാഗവതനോടുണ്ടല്ലോ. പലരിക്കലിനായിട്ട് വന്നു ഈ മഴയത്ത്. കോട്ടയക്കടുത്തുണ്ടാവൂലേ? അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ പലരും പലരിക്കലിനായിട്ട് കുറച്ചു നേരം ഈശ്വര കഥകൾ കേൾക്കണം, അല്ലെങ്കിൽ ഇതിലൊന്ന് പങ്കെടുക്കണം, അതിനുള്ള അംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ വന്നുവല്ലോ. ഈ ഭഗവാനോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന അർത്ഥം.
അല്ലെങ്കിൽ ഭഗവാന് നിങ്ങളോട് കുറച്ചധികം ഇഷ്ടമുണ്ട്, അതാവും. മറ്റത് കഷ്ടിനിയാണ്. നമ്മൾ അങ്ങോട്ട് നോക്കുന്നതൊക്കെ കഷ്ടിയാണ്. അതാണ് മേൽപ്പത്തൂര് നാരായണീയം എഴുതിയപ്പം മേൽപ്പത്തൂർ എന്തോ ഉദ്ദേശം എന്ന് അറിയില്ല. പക്ഷെ വ്യാഖ്യാതാക്കൾ പലതരത്തിലാണ് വ്യാഖ്യാനിക്കുക. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. എന്താ ഇതിന്റെ അർത്ഥം? അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്തത്. ദൃഷ്ടമാത്രേ, സ്പഷ്ടമല്ലാത്തതിലേക്കാണ്. അപ്പൊ എന്താ ഈ പറഞ്ഞത് ചോദിച്ചാൽ അസ്പഷ്ടം, നമുക്ക് അസ്പഷ്ടം. അപ്പൊ ആര് കണ്ടാലാണ്? ഭഗവാൻ നമ്മളെ കണ്ടാൽ. ദൃഷ്ടമാത്രേ, ഭഗവാൻ നമ്മളെ ഒന്ന് നോക്കിയാൽ പിന്നെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ തീർന്നു. നമ്മൾ ഭഗവാനെ കണ്ടാൽ ദുഃഖങ്ങൾ തീരാന്നല്ല. നക്ഷത്ര കാണുന്നുണ്ട്. ഭഗവാനെ തിരക്കൊന്ന് നിർത്തി നമ്മളൊന്ന് നോക്കിയാൽ ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമുക്ക് ഭഗവാനോടുള്ളതിനേക്കാൾ ഇഷ്ടം ഭഗവാന് നമ്മളോടുണ്ട്. അങ്ങനെയാകുമ്പോഴേ ഈശ്വര കഥകൾ കേൾക്കാൻ നമുക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ തോന്നില്ല. എത്ര പേര് ശ്രമിച്ചിട്ടും പറ്റണില്ലല്ലോ, ഉണ്ടോ? എത്ര പേര് പലരുപടി ആക്കി പോകും. അവിടെ ഇരിക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞവരില്ലേ, സാധിക്കില്ല. അതത്ര എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട. എന്തോ ഭഗവാന് നമ്മളോട് കുറച്ചധികം സ്നേഹമുള്ളത് കൊണ്ട് നമുക്ക് ഈ വക കഥകളൊക്കെ കേൾക്കാനുള്ള മോഹം ഉണ്ടാകും. അതുകൊണ്ട് ശ്രോതാക്കളെ നമസ്കരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയ വിശാലത, സന്മനസ്. ആചാര്യന്മാർക്ക് അത്ര മനസ്സുണ്ടാവില്ല. അധികം ആചാര്യന്മാരും മറ്റുള്ളവരുടെ പ്രഭാഷണം കേൾക്കാൻ നിൽക്കൂ. നമ്മളെ കഴിഞ്ഞ സ്ഥലം കിട്ടും. കാരണം ഏറ്റവും നന്നായി പറഞ്ഞ ഞാൻ തന്നെ, എന്നെക്കാളും തോന്നുന്നില്ല. പക്ഷെ ശ്രോതാക്കൾ അങ്ങനെയല്ല. എത്ര പേരുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. കരിമുകിൽ വർണ്ണന്റെ തിരുവുടലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം. കാലിൽ ചിലമ്പും കിലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കീർത്തിയേറിയിടും ഗുരുവായൂർമേവുന്നോരാർത്തിഹരൻ തന്നെ കാണാകേണം. കിങ്കിണിയും വള മോതിരവും ചാർത്തി ഭംഗിയോടെൻ മുന്നിൽ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കുഞ്ഞിക്കൈ രണ്ടിലും വെണ്ണ കൊടുത്തമ്മ രഞ്ജിപ്പിക്കുന്നതും കാണാകേണം. കൂത്താടിയിടും പശുക്കുട്ടികളുമായി ഒത്തുകളിപ്പതും കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കെട്ടിയിട്ടിടുമുരലും വലിച്ചങ്ങ് മുട്ടുകുത്തുന്നതും കാണാകേണം. കേകികളെ പോലെ നൃത്തമാടിയിടുന്ന കേശവ പൈതലെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൈകളിൽ ചന്ദ്രനെ മെല്ലെ വരുത്തിയ ലോകൈകനാഥനെ കാണാകേണം. കൊഞ്ചിക്കൊണ്ടോരോരോ
വാക്കരുളിയിടുന്ന ചഞ്ചലനേത്രനെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ 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 കൃഷ്ണ ഹരേ. കോലും കുഴലുമെടുത്തു വനത്തിൽ പോയി കാലിമേക്കുന്നതും കാണാകേണം. കൗതുകമേറിയോരുണ്ണി ശ്രീകൃഷ്ണന്റെ ചേതോഹര രൂപം കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം. കൃഷ്ണാമുകിൽ വർണ്ണ വൃഷ്ണീകുലേശ്വര കൃഷ്ണാംബുജേക്ഷണ കൈ തൊഴുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.